ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പത്രമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിയോട് ഈ നവീൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അനി ചോദിക്കുകയാണ്, എനിക്ക് മറ്റന്നാൾ ഡിവോഴ്സ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കിടക്കെ ഞാനല്ലേ വാദിക്കുന്നത്. ഡിവോഴ്സ് കിട്ടോ ഇല്ലെന്ന് അപ്പം നോക്കാം, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഡിവോഴ്സ് കിട്ടോ ഇല്ലെന്ന് നിനക്ക് ഉറപ്പില്ലേ? എടാ, അത് കോടതിയാണ്. പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിന് വലിയ ഉറപ്പൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ. എടാ, നീ ഇങ്ങനെ നിൻ്റെ ഈ വർത്തനമൊക്കെ കേൾക്കുമ്പോഴേ നീ ഇത് ഉഴപ്പമെന്നാണ് തോന്നുന്നത്. അതെന്താ നീ അങ്ങനെ ഒരു വർത്തമാനം? അതെന്താ ഞാൻ ഉഴപ്പമെന്ന് തോന്നുന്നുള്ളൊരു വർത്തമാനം? എടാ, നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. അപ്പം നിന്നെ അങ്ങനെ ഞാൻ വിട്ടുകളയൊന്നുമില്ല. അവർക്ക് പാരിതോഷികം കൊടുത്താൽ മതിയായിരുന്നു, ലക്ഷങ്ങൾ കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടിയാനായിരുന്നു. എന്തിനാണ് അവർക്ക് ലക്ഷങ്ങൾ കൊടുക്കുന്നത്? അവർ കള്ളക്കൂട്ടങ്ങളാണ്. അപ്പോൾ അവർക്ക് ലക്ഷങ്ങൾ കൊടുത്ത് നിൻ്റെ പൈസ കളയേണ്ട വല്ല ആവശ്യമുണ്ടോ? എടാ, ഡിവോഴ്സൊക്കെ നമുക്ക് നിഷ്പ്രയാസം മേടിച്ചെടുക്കാം. പക്ഷേ അങ്ങനെ ഒരു സഹായം ഞാൻ ചെയ്യുമ്പോൾ എൻ്റെയും നന്ദുവിൻ്റെയും കാര്യത്തിൽ നീയും സഹായം ചെയ്യണേ. എടാ, അതിനിപ്പോൾ ഞാനെന്ത് സഹായം ചെയ്യാനാണ്? ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നടക്കുമ്പോഴേ നീയും കൂടെ തന്നെ ഉണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. നിന്നോട് ഞാൻ നന്ദുവിനോടുള്ള സ്നേഹം പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്കത് പറയാനായിട്ട് കഴിയില്ലായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം നീ പറഞ്ഞേ മതിയാവുള്ളൂ എൻ്റെ ഹനി. എന്നാലേ ഡിവോഴ്സിനും ഞാൻ നന്നായിട്ട് നിൽക്കുള്ളൂ. എടാ, അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. നിൻ്റെ അമ്മയ്ക്ക് നന്ദുവിനെ ഇഷ്ടമാണോ? നന്ദുവിനെ ഇഷ്ടമല്ലല്ലോ. പിന്നെ എങ്ങനെയാടാ? നീ ആ കാര്യം പറഞ്ഞ ശരി തന്നെയാ. ഞാൻ അതുകൊണ്ടാണല്ലോ നന്ദുവിൻ്റെ കാര്യം അമ്മയുടെ അടുത്ത് പറയാതെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അവസാനം അറിയൂലേ അമ്മ നന്ദുവാണ് ആ പെണ്ണെന്ന്? അറിയും. അങ്ങനെ അമ്മ എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തീരുമാനിച്ചതേ, ഞാനും നന്ദുവും കൂടെയുള്ള രജിസ്റ്റർ വിവാഹം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേട്ട അനിയാകെ ഞെട്ടി പോവാണ്. എന്താടാ, അതല്ല കാര്യം. ആ സമയത്ത് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ നീ വേണം സാക്ഷിയായിട്ട് ഒന്ന് സൈൻ ചെയ്യാനായിട്ട്, കേട്ടോ? ഇത് കേട്ട അനി ഒന്നും ഇട നിൽക്കുക. അപ്പം അനി ഇങ്ങനെ ഈ നവീനിങ്ങനെ ചിന്തിക്കുകയാണ്, ആടാ നീ വലയടാ, നീ എന്നെ ഒരുപാടിട്ട് വെള്ളം കുടിപ്പിച്ചല്ലേ, നിന്നെ ഇനി ഞാനിട്ട് വെള്ളം കുടിപ്പിക്കൂടാ. എത്രത്തോളം വെള്ളം കുടിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം കുടിപ്പിക്കും. അപ്പോഴേക്കും അനിയാണെങ്കിൽ അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. നീ ഏതായാലും ഈ ഡിവോഴ്സ് കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. എനിക്ക് ആ തലവേദനയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മോചിതനാവണം, അല്ലെങ്കിൽ ശരിയാവില്ല. അവളെന്നെ തലയിൽ കിടക്കുന്നിടത്തോളം കാലം എനിക്ക് സ്വസ്ഥതയുണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടിയേ മതിയാവുള്ളൂ. ആ കാര്യമൊക്കെ ഞാൻ ഏറ്റുടാ. ഞാനല്ലേ കോടതിയിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ വെച്ച് കാണാം നമുക്ക്. നീ പോകാൻ നോക്ക്. അങ്ങനെ അനി അവിടെ നിന്ന് ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ പോവുകയാണ്. നവീനാണെങ്കിൽ ചിരി വന്നിട്ടൊരു രക്ഷയില്ല. കാരണം അനിയെ ഇട്ട് നവീൻ വട്ടം ചുറ്റുകയാണെന്ന് അനിക്കറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര ഒരു സന്തോഷം സമാധാനമൊക്കെ ഉണ്ട് നമ്മുടെ നവീന്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നയന വരച്ച ആ ഒരു ചിത്രമാണ്, മാലയുടെ ചിത്രം. അത് നോക്കിക്കഴിഞ്ഞപ്പോഴേ കാത്തിരിച്ച് പറയുക, ഇത് നേരത്തെ വരച്ച ചിത്രം പോലെ ഉണ്ടല്ലോ. നേരത്തെ വരച്ച ചിത്രം തന്നെയാ, പക്ഷെ അതിൽ ചെറിയ ചെറിയ ഡിസൈനുകളെല്ലാം ഞാൻ മാറ്റി വരച്ചിട്ടുണ്ട്. എന്നാലും കൊള്ളാം, നല്ല രസമുണ്ട്. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ആഡംബരത്തോടല്ല, സിമ്പിളായ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം. അതെനിക്ക് ആ ഒരു സൈക്കോളജി എനിക്ക് അറിയാലോ ആദർശേട്ടാ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തത് എന്നൊക്കെ പറയാം. അങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്താണ് അതായത് നമ്മുടെ അനി വരുന്നത്. അപ്പം അനിയെ കണ്ടുകഴിഞ്ഞപ്പോൾ അനി വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടൊരു ചാടി എണീക്കുക. എടാ അനി, അവിടെ നിന്നേടാ അനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എന്താ എടാ, എന്താ നിനക്കൊരു ടെൻഷൻ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, ഡിവോഴ്സിൻ്റെ കാര്യത്തിന് വേണ്ടി പോയതാണ് ഞാൻ നവീൻ്റെ മുന്നിലേക്ക്. ഡിവോഴ്സ് കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു, സംസാരിച്ചു ഒക്കെ ചെയ്തു. പക്ഷേ അവൻ എന്തോ ഒരു എതിർപ്പുള്ള രീതിയിൽ, ഒരു ഇഷ്ടക്കേടുള്ള രീതിയിൽ. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? നവീൻ അങ്ങനെ ഒരു ടൈപ്പ് അല്ലല്ലോ. എന്നിട്ട് ഡിവോഴ്സ് കാര്യത്തിൽ അവനെന്തിനാ എതിർപ്പ് കാണിക്കുന്നത്? ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാലോ. ഈ നവീന് നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു. അത് ശരി. എന്നിട്ടോ? ഞാനതൊന്നും നന്ദുവിനോട് പറയാൻ പോയില്ല. അത് കഷ്ടമായി പോയിട്ടോ. ഒരു ആത്മാർത്ഥ സുഹൃത്ത് ഒരു കാര്യം പറയാൻ നേരത്ത് അത് നന്ദുവിനെ അറിയിക്കണ്ടേ? അത് നീ എന്താ അറിയിക്കാതിരുന്നത്? എനിക്കറിയിക്കാൻ തോന്നിയില്ലെന്നേ. ഞാൻ നന്ദുവിനെ ഇഷ്ടപ്പെടുകയല്ലേ. അപ്പോൾ പിന്നെ ഞാൻ നന്ദുവിനോട് എങ്ങനെ ആ കാര്യങ്ങളെല്ലാം തുറന്നു പറയും? നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. എനിക്കിതൊന്നും തുറന്നു പറയാനായിട്ട് ഒരു മടിയില്ല, ഒരു ചമ്മലും ഇല്ല. ഞാൻ ഇതൊക്കെ തുറന്നു പറയുകയും ചെയ്യും. എനിക്ക് നന്ദുവിനെ അത്ര ഇഷ്ടമാണ്. എൻ്റെ പെണ്ണാണ് നന്ദു. നിൻ്റെ പെണ്ണോ? അതെ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് പിന്നെ എൻ്റെ പെണ്ണല്ലേ. അപ്പോൾ എൻ്റെ പെണ്ണിനോട് ഒരാൾ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഞാനെന്താ ഇഷ്ടം നന്ദുവിനോട് തുറന്നു പറയണോ? അങ്ങനെയൊന്നും തുറന്നു പറയാനുള്ള മാനസികാവസ്ഥയൊന്നും അല്ല ഞാൻ. എടാ,
നിനക്കറിയാലോ കാര്യങ്ങളെല്ലാം. നവീൻ്റെയും നന്ദുവിൻ്റെയും കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നന്ദുവിൻ്റെ വീട്ടുകാരൊക്കെ. അപ്പം അതിൽ കയറി നീ ഇടപെട്ട് കഴിഞ്ഞാൽ ശരിയാവോ? എൻ്റെ പൊന്നു ആദർശേട്ടാ, അതിനൊന്നും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഇനിയിപ്പോൾ നന്ദുവിൻ്റെയും നവീൻ്റെയും കല്യാണം നടക്കണമെങ്കിൽ നടന്നോട്ടെ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ നന്ദു അല്ലാതെ വേറൊരു പെണ്ണ് ഉണ്ടാവില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ കല്യാണം നടക്കുന്നതിൽ ഞാനൊരു തടസ്സം വെക്കാനായിട്ട് പോകുന്നില്ല ആദർശേട്ടാ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വേറെ പെണ്ണുണ്ടാവില്ല, അത് കൺഫേമായ കാര്യം തന്നെയാണ് ആദർശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഈ അനി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താണ് നയനെ, ഇവന് ഇങ്ങനെ കടമ്പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ആകെ ശരിയാവില്ലല്ലോ. അപ്പോൾ അവൻ്റെ മനസ്സിൽ മുഴുവനും നന്ദു തന്നെയാണ്, നന്ദുവിനോടുള്ള ഇഷ്ടമാണ്. അതേ ആദർശേട്ടാ, അതേപോലെ തന്നെ നന്ദുവിനും അനിയോട് ഇഷ്ടമുണ്ടെന്ന് തന്നെ എൻ്റെ വിശ്വാസം. അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അവളത് പറയാത്തത് നമ്മളുടെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് നയന പറഞ്ഞ സത്യം തന്നെയാണ്. അവൾക്കും അനിയോട് നല്ല തീർത്താ തീരാത്ത സ്നേഹമുണ്ട്. പക്ഷേ നവീൻ ഇങ്ങനെ കടമ്പിടുത്തം പിടിക്കുമ്പോൾ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. നവീനും നല്ല പയ്യൻ തന്നെയാണ്, നമുക്ക് വേണ്ടി എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുക തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇതിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പാടുള്ളതൊരവസ്ഥയിൽ ഇങ്ങനെ തല പുകഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നന്ദുവിൻ്റെ അമ്മയാണ്, കനകത്തെയാണ്. അപ്പോൾ കനകം നേരെ നവീനെ വിളിക്കുക. അപ്പോൾ നവീനെ വിളിച്ചിട്ട് നവീൻ ആണെങ്കിൽ ഫോൺ എടുക്കാൻ വല്ലാത്തൊരു മടി. ദൈവമേ, നന്ദുവിൻ്റെ അമ്മയാണല്ലോ, ഫോൺ എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് ഫോൺ എടുക്കുകയാണ്. ആൻറ്റി, എന്താ ആൻറ്റി, പറ ആൻറ്റി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മോനെ നവീൻ മോനെ, ഞാനേ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. എന്ത് കാര്യമാണ് ആൻറ്റി? അതെ, ആ കാര്യങ്ങളൊക്കെ എങ്ങനെയായി? മോൻ്റെ അമ്മയോട് പറഞ്ഞോ മോൻ എന്ന് പറഞ്ഞപ്പോഴേക്കും ആൻറ്റി പിന്നെ അതെ, അമ്മയോട് പറഞ്ഞിട്ടില്ല, അമ്മയ്ക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. അല്ല, അമ്മയോട് പറയണമല്ലോ, അമ്മ അറിയണമല്ലോ കാര്യങ്ങളെല്ലാം, നന്ദുവാണ് പെണ്ണെന്നൊക്കെ അറിയണമല്ലോ. എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്താൻ തന്നെയാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനമായി മോനെ. ഞാൻ പറയാം, ഉടനെ തന്നെ പറയാം. ആൻറ്റി പേടിക്കാതിരിക്കെ, കല്യാണമേ അത് ഗംഭീരമായിട്ട് തന്നെ നടക്കും. ഇതിൽ ഒരു തടസ്സവും വരാൻ പോണില്ല ആൻറ്റി. ഗംഭീരമായിട്ട് തന്നെ കല്യാണം നടന്നാൽ പോരെ, ആൻറ്റി ടെൻഷൻ ആവാതിരിക്കുക. ശരി നവീൻ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. അപ്പോൾ നവീനാണെങ്കിൽ ശൈവമേ, ഇത് വല്ലാത്തൊരു തലവേദനയായല്ലോ. എന്തായാലും കല്യാണം നടക്കും, നന്ദുവും അനിയുമായിട്ടുള്ള കല്യാണം. ഏതായാലും നന്ദു വേറൊരാളുടെ കയ്യിലേക്ക് ചേരാൻ പാടില്ല. എനിക്ക് കിട്ടിയില്ലെങ്കിലും അനിയാണല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നത്, അവളുടെ ഭർത്താവായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അവൾക്ക് സേഫായൊരു ജീവിതം തന്നെയായിരിക്കും അത് എന്നൊക്കെ നവീൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. അപ്പം നന്ദു ഓഫീസിൽ ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നവീൻ കയറി വരികയാണ്. നന്ദു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നവീനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദു ഒന്ന് പതറിപ്പോവുകയാണ്. എൻ്റെ ദൈവമേ, നവീനേട്ടനാണല്ലോ വന്നിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് നവീനേട്ടാ, ഇരിക്കുന്ന നവീനേട്ടാ എന്ന് പറയുകയാണ്. നന്ദുവിൻ്റെ അമ്മ എന്നെ വിളിച്ചായിരുന്നു. ആണോ? എന്നിട്ട് അമ്മ പറഞ്ഞെന്നറിയാവോ, എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടക്കണം, നന്ദുവിനെ സുരക്ഷിതമായ കൈകളിലേക്ക് ഏൽപ്പിക്കണം എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. അയ്യോ, ആണോ നവീനേട്ടാ? പക്ഷേ എൻ്റെ അമ്മയോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നവീനേട്ടാ, അമ്മയോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നവീനേട്ടാ കാര്യങ്ങളെല്ലാം നടക്കുന്നത്? അല്ല, എൻ്റെ ഒരു ഊഹം വെച്ചേ ഈ ഞാനങ്ങോട്ട് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ. പക്ഷേ നവീനേട്ടൻ്റെ അമ്മയ്ക്കൊന്നും എന്നെ അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടമല്ല. ഞാൻ ആ വീട്ടിലൊക്കെ വരുമ്പോഴൊക്കെ നവീനേട്ടൻ്റെ അമ്മയ്ക്ക് എന്നെ തീരെ ഇഷ്ടമില്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ അടിയായ പെൺകുട്ടികളെ നിന്ന് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമൊന്നുമല്ല. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട, അതൊക്കെ സാവധാനം ഇഷ്ടപ്പെട്ടു നവീനേട്ടാ. നവീനേട്ടൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ, എൻ്റെ 2 ചേച്ചിമാരും അനന്തപുരിയിലേക്ക് കയറി ചെന്നു. പക്ഷേ എൻ്റെ നനേച്ചിയുടെ കാര്യം അറിയാമല്ലോ, എൻ്റെ നനേച്ചിയെ തീരെ ഇഷ്ടമില്ലായിരുന്നു അമ്മായിയമ്മയ്ക്ക്. അമ്മായിയമ്മയുടെ ഏറ്റവും വലിയ ശത്രു അത് ആ അമ്മയുടെ മരുമകൾ തന്നെയായിരുന്നു, അതായത് നനേച്ചി. ഇപ്പം എന്താ നന്ദു അതിന് കുഴപ്പം? ഇപ്പോൾ അമ്മായിയമ്മയും മരുമകളും ചക്കര അടയും പോലെയല്ലേ, പിന്നെന്താ കുഴപ്പം? അത് എൻ്റെ ചേച്ചിയുടെ കരള് പകർത്തു കൊടുത്തുകൊണ്ടിട്ടല്ലേ ആ ഒരു സ്നേഹം വേണ്ടി വന്നത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ആവശ്യമൊന്നും ഏതായാലും നന്ദുവിന് വരില്ല, ആ ഒരു ഗതിയും നന്ദുവിന് വരില്ല. ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും നന്ദു പേടിക്കേണ്ട ആവശ്യമില്ല. നന്ദുവിനെ എൻ്റെ അമ്മ സ്നേഹിച്ചു തുടങ്ങും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. നമ്മളുടെ ഇടയിലെ ആ ഒരു കല്യാണം അങ്ങോട്ട് നടന്ന് കിട്ടിയാൽ മാത്രം മതി. പിന്നെ ഞാൻ അനിയോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനിയനെ കാണാൻ വന്നായിരുന്നു. എന്നിട്ട്
അനി ഡിവോഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് എന്നോട് സംസാരിച്ചത്. അവൻ്റെ ഡിവോഴ്സേ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണമെന്ന് അവൻ പറഞ്ഞത്. നടത്തി കൊടുക്കാമെന്ന് ഞാനും പറഞ്ഞു. ഞാനല്ലേ കോടതിയിൽ വാദിക്കുന്നത്. അപ്പോൾ അത് നടത്തി കൊടുക്കുമല്ലോ നന്ദു. പക്ഷേ അനിയോട് ഞാനൊരു കാര്യം കൂടി ആവശ്യപ്പെട്ടു. ഞാൻ ഡിവോഴ്സൊക്കെ നടത്തി തരാം, പക്ഷേ എൻ്റെയും നന്ദുവിൻ്റെയും കല്യാണത്തിന് നീ ആയിരിക്കണം മുൻപന്തിയിൽ നിൽക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടാൽ നന്ദു ഒന്ന് പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്താ നന്ദുവും നല്ല ഉഷാറല്ലേ? അല്ല പിന്നെ നവീനായിട്ട് ഞാൻ പറഞ്ഞു വരുന്നതേ, നന്ദു ഒന്നും പറയണ്ട നന്ദു. അപ്പോൾ നവീൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം നന്ദു, അതുകൊണ്ട് അത് വേണ്ട മോളെ. നന്ദു എങ്കിൽ പിന്നെ ഞാൻ പോവാണേ. കോടതിയിലേക്ക് പോകുന്ന സമയത്താണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്, ചില കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഡിവോഴ്സ് നടക്കുമ്പോൾ അനി നമ്മൾ രണ്ടുപേരുടെയും കല്യാണത്തിന് കൂടെ നിൽക്കും. കല്യാണക്കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട. ഇതേതായാലും എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നന്ദുവിന് വേറെ ആൾക്കാരെ ആലോചിക്കില്ലേ? എന്താ ഞാൻ പറഞ്ഞ സത്യമല്ല? നവീനേട്ടാ, അത് സത്യം തന്നെയാണ്. വീട്ടിൽ അങ്ങനെ ഒരു കല്യാണ ആലോചന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ നവീനേട്ടൻ വന്ന് ചോദിച്ചത്. അതെ അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ നന്ദുവും അറിയുന്ന നല്ല ആൾക്കാർ, ഒരു മിക്കപ്പെട്ട ആണുങ്ങളെയൊന്നും നന്ദുവിന് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പം ഞാനായതുകൊണ്ട് നന്ദു കുഴപ്പമില്ലല്ലോ. വേറെ ആരെയും അമ്മയും അച്ഛനും ആലോചിക്കുകയില്ല. അപ്പം അത് നല്ലൊരു കാര്യമായിട്ടല്ലേ നന്ദു കരുതേണ്ടത്? ഞാൻ ഇടയിൽ കയറി വന്നു. അപ്പോൾ അത് ഓക്കെ അല്ലേ നന്ദു? എന്നും പറഞ്ഞാൽ നമ്മുടെ നന്ദു ആണെങ്കിലും ഒന്നും ഒരു അക്ഷരം പോലും മിണ്ടാതെ എപ്പോഴേക്കും നവീനാണെങ്കിലും ഓക്കെ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ അവിടെ നിന്ന് പോവുകയാണ്. നന്ദുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാനും പാടില്ല. ആകെ ടെൻഷനായിട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശും നയനയും കൂടി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് നയന, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അനിയുടെ നിലപാട് ഇപ്പോൾ ഭയങ്കരമായിട്ട് മോശമായിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അനിക്ക് നന്ദുവിനെ വളരെയേറെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. എങ്ങനെ ഇപ്പോൾ ഇതൊന്ന് അവസാനിപ്പിക്കും? ആദർശേട്ടാ, എനിക്കും താല്പര്യമൊക്കെ ഉണ്ട് അനിയെയും നന്ദുവിനെയൊക്കെ ഒന്നിപ്പിക്കണമെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാണ്? അതിനിടയിൽ നമ്മുടെ നവീൻ വന്ന് പെണ്ണാലോചിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ വീട്ടുകാർ സമ്മതിക്കത്തുമില്ല. പിന്നെ എന്ത് ചെയ്യാനാണ്? നമുക്കൊരു കാര്യം ചെയ്താലോ നയന, നമുക്ക് നിൻ്റെ വീട്ടിലേക്കൊന്ന് പോയാലോ? എന്തിന്? അച്ഛനോടും അമ്മയോട് ഈ കാര്യങ്ങൾ പറയാനാണോ? ഇടയ്ക്ക് നമുക്കത് സൂചിപ്പിക്കുകയും ചെയ്യാം, അവരെ കാണുകയും ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ ആദർശേട്ടൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എങ്കിൽ പിന്നെ നമുക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകാമെന്നും പറയാം. ഈ സമയം തന്നെ കനക വരികയാണ്. കനക നേരെ ഭയങ്കര ദുഃഖത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് കയറി വന്നു. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കണം, എന്താ കനക പോയ കാര്യങ്ങളൊക്കെ ജോത്സ്യനെ കണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ജോത്സ്യനെ കണ്ടു. പിന്നെ നിൻ്റെ മുഖത്തൊരു സങ്കടം. അത് പിന്നെ ഗോവിന്ദേട്ടാ, അതെ ജാതകം തമ്മിൽ ചേരൂലെന്നാണ് പറയുന്നത്. ചേരൂലെന്നോ? വേണമെങ്കിൽ കല്യാണം നടത്താം. കല്യാണം നടത്തിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ചില വഴിപാടുകളെല്ലാം കഴിച്ചാൽ മതി, അത്ര ഉണ്ടാവും. ചില പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ജാതകം അത്ര വലിയ ചേർച്ചയില്ലെന്നാണ് പറയുന്നത്. എങ്കിൽ പിന്നെ കുഴപ്പമില്ല. പക്ഷെ അതിനിടയിലും ജ്യോത്സ്യൻ പിന്നെ മാറ്റിക്കുറിച്ച് നോക്കിയപ്പോൾ പറയുവാണ്, നന്ദുവിൻ്റെ മനസ്സിൽ ആരെയാണോ ഇഷ്ടം കല്യാണം തന്നെ നടക്കുമെന്നാ ജ്യോത്സ്യനും പറയുന്നത്. ഗോവിന്ദേട്ടാ, എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ആകെ ടെൻഷനാവുന്നു. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.